പട്ടികവർഗ വകുപ്പിൻ്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും അനാസ്ഥ മൂലം വീട് നിർമ്മാണത്തിന് ആനുകൂല്യം ലഭിക്കാത്തതിൽ പരാതിയുമായി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽപ്പെട്ട പെട്ടിമുടി ആദിവാസി കുടിയിലെ വീട്ടമ്മ രംഗത്തെത്തി. പെട്ടിമുടി അമ്പാടിയിൽ സെൽവൻ്റെ ഭാര്യ ബിന്ദുവാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. 2019-20 സാമ്പത്തിക വർഷത്തിൽ വീട് അനുവദിച്ചിട്ടും ലഭിച്ചില്ലെന്നാണ് ബിന്ദുവും കുടുംബവും ആരോപിക്കുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഉൾപ്പെടുന്ന പെട്ടിമുടി ട്രൈബൽ സെറ്റിൽമെന്റിലെ അമ്പാടിയിൽ വീട്ടിൽ സെൽവന്റെ ഭാര്യ ബിന്ദുവിനാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മിച്ചതായി രേഖകൾ പറയുന്നത്. എന്നാൽ ഇവർക്ക് ഇതുവരെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുമില്ല. 2019-20 സാമ്പത്തിക വർഷത്തിൽ വീട് നിർമ്മാണത്തിനായി തുക അനുവദിച്ചതായി അറിയിച്ചെങ്കിലും നാളിതുവരെയായി ഇവർക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. വീടിനായി പഞ്ചായത്തിലും പട്ടികവർഗ വകുപ്പിലും പലതവണ കയറിയിറങ്ങിയെങ്കിലും നിരാശരായി മടങ്ങുകയായിരുന്നു ഫലം. തുടർന്ന് ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് നിർധന കുടുംബം വീട് നിർമ്മിച്ചത്. ഷീറ്റ് മേഞ്ഞ വീടാണ് നിർമ്മിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഇവർക്ക് ആവുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ബിന്ദുവിന്റെ പേരിൽ വീട് അനുവദിച്ചതായും പ്ലാസ്റ്ററിംഗ് അടക്കമുള്ള മുഴുവൻ പണികളും പൂർത്തീകരിച്ച വാർക്ക വീടുണ്ടെന്ന് രേഖകളിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്തു. അതാവട്ടെ ബിന്ദു എന്ന പേരിന് പകരം ബിന്ദു തങ്കച്ചൻ എന്ന പേരിൽ ഉടമസ്ഥാവകാശം വെച്ചിരിക്കുന്നതായും ഇവർക്ക് വ്യക്തമായി. പട്ടികവർഗ ക്ഷേമ വകുപ്പിൽ നിന്ന് വീട് ലഭിച്ചതായാണ് രേഖകളിൽ പറയുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്നും തങ്ങൾക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്നും സെൽവനും ഭാര്യ ബിന്ദുവും പറയുന്നു. ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച വകുപ്പ് മന്ത്രിക്കും പട്ടികവർഗ ക്ഷേമ വകുപ്പിനും പട്ടികവർഗ കമ്മീഷനും ജില്ലാ കളക്ടർക്കുമടക്കം പരാതി നൽകിയതായും ദമ്പതികൾ പറഞ്ഞു. വാർക്കപ്പരയും ഫുള്ള് തേച്ചവരെയായിട്ടാണ് അവിടുത്തെ രേഖയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റോ പഞ്ചായത്തിൽ നിന്നോ പെരയ്ക്ക് വേണ്ടി ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടുമില്ല, ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ നിലവിലിപ്പം പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ഇടുക്കി കളക്ടർക്കും അതുപോലെ പട്ടികവർഗ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അഴിമതി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വകുപ്പ് അധികാരികളെ അന്വേഷിച്ച് ഇതിനൊരു തീർപ്പുണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടുന്നു. അടിമാലി പഞ്ചായത്തിൽ 9-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേനും എനിക്ക് പെര കിട്ടിയെന്നും പറഞ്ഞ് ആണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് പെര കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറേ നാളായിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പെര കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇതിക്ക് മുമ്പ് വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഈ പെര വയ്ക്കുന്നത്. നിലവിൽ വീടുണ്ടെന്ന സർക്കാർ രേഖ ഉള്ളതിനാൽ വീടിനായി പുതിയ അപേക്ഷ നൽകാനും ഈ നിർധന കുടുംബത്തിന് കഴിയില്ല. സംഭവത്തിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുള്ളതായും വീടിന്റെ തുക ബിന്ദു തങ്കച്ചൻ എന്ന പേരിൽ തട്ടിയെടുത്തതായും ഇവർ ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച് സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. വായ്പയെടുത്തും വ്യക്തികൾ സഹായിച്ചും നിർമ്മിച്ച നിലവിലുള്ള വീടിന്റെ പണി പൂർത്തീകരിക്കാനും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ സാമ്പത്തിക ബാധ്യതയും ഈ കുടുംബത്തിനുണ്ട്. അടിമാലി പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരും അടിമാലി ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന വ്യാപകമായ അഴിമതിയെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.